എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ 12ാം ഭാവത്തിൽ ഗുരു അല്ലെങ്കിൽ വ്യാഴം നിന്നാലുള്ള പൊതുഫലങ്ങളാണ്. കാരണം നമ്മുടെ ജാതകത്തിൽ 12ൽ ഗുരു നിൽക്കും, പക്ഷെ ഓരോ ലഗ്നം അനുസരിച്ച് അതിൻ്റെ അധിപതികളൊക്കെ മാറുന്നത് കൊണ്ട് അതിൻ്റെതായ സ്വന്തമായിട്ടുള്ള ജാതകത്തിലൊക്കെ ഫലങ്ങൾ മാറും. പക്ഷെ പൊതുവായിട്ട് 12ൽ ഗുരു നിന്നാൽ ഉള്ള ഫലങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ആരോ മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം എന്തോ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യം ചോദിച്ച വ്യക്തി ഞാനാണെന്ന് കരുതിയോന്ന് അറിയില്ല. താങ്ക് യു മാഡം എന്ന് എഴുതിയത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കായി. കാരണം ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. കാരണം ഗുരു 12ലൊക്കെ നിൽക്കുന്ന കാര്യങ്ങൾ അങ്ങനെ അല്ലെ പെട്ടെന്ന് കുറച്ച് 2-3 വാക്കിലൊന്നും കൊടുക്കുന്ന കാര്യമല്ല. അതിന് റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ഒരു 10-15 നിമിഷമെങ്കിലും അത് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്ലൈ കൊടുക്കാറില്ല. പക്ഷെ ആരോ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാരണം എൻ്റെ റിപ്ലൈ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. കാരണം ഞാൻ പഠിച്ചത് കേരളത്തിലല്ല, ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലെ നോർത്തിലൊക്കെയാണ് ഞാൻ പഠിച്ചത്. അപ്പം അതിൻ്റെതായ ഒരു വ്യത്യാസം ചിലപ്പം കാണും. അപ്പം അതുകൊണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസിനൊന്നും ആരും മറുപടി കൊടുക്കണ്ട. ചിലപ്പോൾ അത് ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അവരത് ചിലപ്പോൾ വിശ്വസിക്കും. അതുകൊണ്ട് അത് വേണ്ട കേട്ടോ. പിന്നെ അടുത്തത് വേറെ ഒന്ന്, ഹേമദ്രുമ യോഗം എന്നൊരു യോഗം ഞാൻ പറഞ്ഞു. അത് പൊതുവേ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു തമ്പനയിൽ പോലും ഞാനത് ദോഷം മോശം അങ്ങനെയൊന്നും എഴുതാറില്ല. കാരണം അത് എത്ര വലിയ പ്രോബ്ലത്തെയാണ് പറയാൻ പോകുന്നു എങ്കിൽ കൂടി ഞാൻ ആ ഒരു കാര്യം എഴുതാറില്ല. എനിക്കത് ഇഷ്ടമില്ലാത്തതാണ്. അങ്ങനെ ആരെയും അങ്ങനെ ഒരു വീഡിയോ അട്രാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം 6ാം ഭാവത്തിൽ ഗുരു നിന്നാൽ. അപ്പം എങ്ങനെയൊക്കെ ഞാൻ എഴുതാറുള്ളൂ. പക്ഷെ ഒരു രീതിയിലും ഞാൻ അങ്ങനെ ദോഷമായിട്ടൊന്നും മാക്സിമം ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിക്കുന്ന വേർഡുകൾ ബുദ്ധിമുട്ട്, കുറ്റം, കുറവ്, പ്രോബ്ലം, പ്രശ്നം, ഇങ്ങനെ ഞാൻ പറഞ്ഞു. ആയുർഖണ്ഡം, അതായത് ആയുർദോഷം വരുന്ന കാര്യത്തിനും കൂടെ ഞാൻ അങ്ങനെ പറയാറുള്ളൂ. എന്തെങ്കിലും ഒരു ജാതകത്തിൽ പിരിഞ്ഞിരിക്കുന്നു പറഞ്ഞാലും ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ പിരിഞ്ഞിരിക്കാം, അല്ലാതെയും പിരിഞ്ഞു പോകാമെന്ന് പറയും. കാരണം അത് ഒരാൾ നഷ്ടമാകാൻ അങ്ങനെ പറയാറുള്ളൂ. ഞാനത് എടുത്ത് പറയാറില്ല. പക്ഷെ ആ ഒരു വീഡിയോയിൽ ഞാൻ പ്രത്യേകമായിട്ട് ഹേമദ്രുമ യോഗം എന്ന് പറഞ്ഞത് പിന്നെ 2 ഗ്രഹങ്ങളുടെയും പാപഗ്രഹങ്ങളുടെയും നടുവിൽ ചന്ദ്രൻ അകപ്പെട്ടതിനെ തന്നെയാണ് പറഞ്ഞത്. അപ്പം അത് യോഗമോ ദോഷമോ എന്നുള്ളതിനേക്കാളും കാര്യം എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കുറ്റങ്ങളും കുറവുകളും മിസ്റ്റേക്സുകളും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ കൂടെ എനിക്ക് അറിയില്ല എന്ന് പലരും എഴുതിയിട്ടുണ്ട്. പ്രസൻറ്റേഷനേ ശരിയല്ല എന്ന, അവതരണ രീതി ഒട്ടും ശരിയല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്കും അറിയാം. ചില പരിമിതികൾ എനിക്കുമുണ്ട്. എനിക്കും അത്ര ശ്രമിച്ചിട്ടും ചിലതൊന്നും വരുന്നില്ല. അതാണ് വീണ്ടും അത് തന്നെയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളൊക്കെ നിങ്ങളതൊക്കെ ഒന്ന് കണ്ണടച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഒരു പോയിന്റെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജാതകത്തിൽ കിട്ടുന്ന ജാതകങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുക. അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം കുറ്റങ്ങളൊക്കെ അത് അവിടെ കിടന്നിട്ട് പോട്ടെ. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ, അത് പറഞ്ഞത് ഇതാണ് ഉദ്ദേശിച്ചത്. കാരണം ചന്ദ്രൻ 6, 8, 12ലൊക്കെ പോയാലും ചന്ദ്രൻ ഇങ്ങനെ പിന്നെ പാപഗ്രഹങ്ങളുടെ നടുവിലായാലും അതായത് പാപകത്രിയോഗത്തിലായാലും കുറച്ച് കുറ്റങ്ങൾ പറയുന്നത്. ചന്ദ്രനെ പറ്റി കുറച്ച് പണത്തിനൊക്കെ ബുദ്ധിമുട്ടും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ, അതൊക്കെ ചന്ദ്രൻ്റെ വേറൊരു ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് എടുക്കാൻ പെട്ടെന്ന്. അപ്പം അത് ഞാൻ അന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് എന്താണ് അതിന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ജാതകത്തിൽ അപ്ലൈ ആവുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കണേ. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ്. കാരണം മിസ്റ്റേക്സ് നിറയെ വരും. കാരണം ദിവസം നമ്മൾ ഇതൊക്കെയല്ലേ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭാവങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്നത് കൊണ്ട് ചില മിസ്റ്റേക്കുകൾ വരാം. ഞാനത് സമ്മതിക്കുന്നു. ഓക്കെ, അത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു കുറ്റമായിട്ടാണ് ഉദ്ദേശിച്ചത്. അത് ശരിയല്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കാരണം പണം കാണാൻ വാങ്ങാൻ പാടില്ല. നമ്മുടെ ഡെയിലി പണത്തിന് ബുദ്ധിമുട്ട് വരുന്നു ഉള്ളത് കൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. തെറ്റുകളൊക്കെ അങ്ങ് ക്ഷമിച്ച് വീഡിയോ കണ്ട് പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ പോയിന്റ്സൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ എടുത്ത് ഉപയോഗിക്കുക. ഓക്കെ, നമുക്കിനി 12ൽ ഗുരു. പൊതുവെ 12ൽ ഗുരു എന്ന് പറയുന്നത്
12ാം ഭാവം നഷ്ടത്തെ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം, പതനം, നഷ്ടം, ആസ്പത്രിവാസം, ജയിൽവാസം, കാണാതെ പോകുന്നത്, മൺമറഞ്ഞു പോകുന്നത്, നഷ്ടമാകുന്നത്, പിന്നെ ഒക്കെയാണ് നമ്മൾ പൊതുവേ നമുക്ക് അറിയാമെന്നുള്ളത്. മുക്തി, മോക്ഷം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ ഈ ജാതക പൊരുത്തത്തിന് ആ ഒരു 12ാം ഭാവത്തിന് ബെഡ് കംഫർട്ട്സ് കൂടെ എടുക്കാറുണ്ട്. കാരണം അത് നമ്മൾ ഉറക്കം, കാലുകൾ എല്ലാം നമുക്ക് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഈ ബെഡ് കംഫർട്ട്സ് മെയിനായിട്ട് 12ാം ഭാവത്തിന് നമുക്ക് പണ്ട് ആചാര്യന്മാർ തന്നത് തന്നെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. 4ാം ഭാവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധി, പെണ്ണിൻ്റെയും ആണിൻ്റെയും പരിശുദ്ധി എന്ന് പറഞ്ഞാൽ 4ാം ഭാവം കൊണ്ട് തന്നെ നോക്കണം. അപ്പം അതുപോലെ 12ാം ഭാവം എന്ന് പറഞ്ഞാൽ ബെഡ് കംഫർട്ട്സ് തന്നെയാണ് പറയുന്നത്. അപ്പം ഉറക്കം പറയുമെങ്കിൽ അതും കൂടെ നമ്മൾ അതിന് ചേർത്ത് തന്നെ എടുക്കണം. അപ്പം ഇങ്ങനെ 12ാം ഭാവത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഗുരു നിൽക്കുമ്പോൾ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറയാം. 12ാം ഭാവാധിപതി 12ാം ഭാവത്തിൽ ഗുരു, പക്ഷേ ആ 12ാം അധിപതി എങ്ങനെയെന്ന് നോക്കണം. നമ്മളിപ്പോൾ പറയും 12ാം ഭാവത്തിൽ നിന്നാൽ ഉയർന്ന ഉദ്യോഗം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നൊക്കെ നമുക്ക് പറയാം, ഉള്ളതാണ്. കാരണം 12 ഹോസ്പിറ്റലിൽ കുറിക്കുന്നു, ഹോസ്പിറ്റലൈസേഷൻ കുറിക്കുന്നതൊക്കെ കുറിക്കുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയൊക്കെ 12ാം ഭാവത്തിൽ ഗുരു നിന്നാൽ നമ്മൾ കണക്കെടുക്കാം. അതിൽ നിന്ന് നേരെ ഇപ്പോൾ ഇത് ഞാൻ ചാർട്ട് പീസ് ഒന്നും കാണാനില്ല. ഇപ്പം മകരലഗ്നം എന്ന് വെച്ചോളൂ. ഇത് ഞാൻ വെറുതെ ഇടുന്നതാണ്. ഇത് ലഗ്നമായിട്ടൊന്നും നിങ്ങൾ വെറുതെ കണക്കാക്കണ്ട. ഇവിടെ ഗുരു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗുരു നേരെ നോക്കുന്നത് എവിടെയാണ്? 6ലാണ്. 1, 2, 3, 4, 5, 6. 6 നോക്കും, 4 നോക്കും, പിന്നെ എവിടെ നോക്കണേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 8 നോക്കും. ഓക്കെ, ഇതാണ് ആ ഗുരുവിൻ്റെ നിൽക്കുന്ന പൊസിഷനും. വെറുതെ ഞാൻ ഇട്ടതാണ്. ഇത് ഒരു എക്സാമ്പിളായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. വീഡിയോ മൊത്തം കാണണം കേട്ടോ. ഇടയിൽ വീഡിയോ പകുതി കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ അതിനുശേഷം പറഞ്ഞതിനൊക്കെ ശ്രദ്ധിച്ചിട്ട് അതൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, കാണുന്നെങ്കിൽ നിങ്ങൾ ഫുള്ളാ കാണണം. അപ്പം ഈ ഒരു നിൽക്കുന്ന പൊസിഷനും നിൽക്കുന്നത്, അപ്പം 12 നിൽക്കുന്നുണ്ട്, 4, 6, 8 ഇത് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഗുരുവിനെ നമ്മൾ ഒരു ജാതകത്തിൽ എടുക്കുമ്പോൾ 12ലാണ് നിൽക്കുന്നത്. അപ്പം 12ാം ഭാവം, 4ാം ഭാവം, 6ാം ഭാവം, 8ാം ഭാവം, ഇത് എത്രയും എടുക്കണം. അപ്പം നോക്കുന്ന ഭാവം നോക്കിയേ, 4, 6, 8 നോക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ 12ാം ഭാവാധിപതി ഇത് ഞാൻ ഗുരു തന്നെയാണ്. പക്ഷേ ഗുരു അല്ലെങ്കിൽ 12ാം ഭാവാധിപതിയുടെ ബലം നമ്മൾ ശരിക്കും നോക്കണം. എന്നിട്ട് വേണം അതിനെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 12ാം ഭാവാധിപതി മോശമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ട് തരും എന്നുള്ളത് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ അത് നേരെ നോക്കുന്നത് 4ലോട്ടാണ്, പിന്നെ 6ലോട്ടാണ്, 8ലോട്ടാണ്. അപ്പം 6 എന്ന് പറയുന്നത് നേരെ നോക്കുന്ന 6 അസുഖങ്ങൾ വളർത്താം, കടം ഉണ്ടാക്കാം, ഇത് പെട്ടെന്ന് നമുക്കൊരു ലാഭം കിട്ടാം, സഡനായിട്ടൊക്കെ ഭാഗ്യം കിട്ടൂലേ, അതൊക്കെ 8ആണ്. അപ്പം ഈ 4 എന്നുള്ളത് സ്വത്ത്, അമ്മ. അപ്പം അമ്മയ്ക്ക് ആയുസ് ജാസ്തിയായിരിക്കും, കൂടുതലായിരിക്കും. കാരണം ഗുരു നോക്കുന്നതുകൊണ്ട് അമ്മയുടെ ഭാവം ദീർഘായുസുള്ള അമ്മയായിരിക്കാം. പക്ഷെ അച്ഛന് ബുദ്ധിമുട്ടുണ്ടാവാം, അത് വേറെ. അത് നമ്മൾ 4ാം അധിപതി, 5ാം അധിപതി, അതേപോലെ സൂര്യൻ, ചന്ദ്രന്മാരെ എല്ലാം നോക്കിയിട്ടും 4ാം ഭാവം അച്ഛൻ്റെ ആയുസ്സും പറയുന്നത് കൊണ്ട് അത് രണ്ടും നമ്മൾ അത് വേറെ രീതിയിൽ നമ്മൾ നോക്കണം. അത് ജാതകത്തിനെ നോക്കിയിട്ടാണ്. ഇവിടെ 4ൽ നിൽക്കുന്നതുകൊണ്ട് കടം വാങ്ങി സ്വത്ത് വാങ്ങാം എന്നുള്ളതാണ്. കടം വാങ്ങി 4, 6 കണക്ഷൻ വന്നാലേ, പൊതുവേ ഒരു ജാതകത്തിൽ 4, 6 കണക്ഷൻ വന്നാലും 4 സ്വത്ത് കടം കൊണ്ട് വാങ്ങാമെന്നുള്ളത് നമ്മൾ എടുക്കാം. അതുപോലെ 4 പഠിപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ലോണിൽ പഠിക്കുമെന്നും എടുക്കാം. മനസ്സിലായി? എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കൂലേ, അതും എടുക്കാം. അപ്പം എപ്പോഴും 12ൽ ഗുരു നിൽക്കുമ്പോൾ പണമുണ്ട്, ആ പണം എപ്പോൾ നഷ്ടമാവുമെന്ന് നോക്കിയാൽ മതി. അത്രയ്ക്ക് വെയിറ്റിങ്ങിലാണ് നിൽക്കുന്ന അവസ്ഥയാണ് ഈ 12ലെ ഗുരുവിൻ്റെ സ്ഥാനം. എപ്പോൾ നോക്കിയാലും നമ്മൾ അത് കടം വാങ്ങുകയോ അല്ലെങ്കിൽ ഉള്ള കാശിനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് അത്രയും ചിലവാക്കി അനാവശ്യമായിട്ട് കളയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ വിഷമിക്കേണ്ടി വരുന്ന ആളാണ്. കാരണം കടം വാങ്ങിയില്ലെങ്കിൽ 12ൽ നിൽക്കുന്ന ഗുരു നമുക്ക് പണം തരണം. ആഗ്രഹം നമുക്ക് തന്നു തന്നെ ആകണം. നമുക്കറിയാതെ നമ്മൾ ചിലവാക്കി പോയെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ പണം കയ്യിൽ വരുമ്പോൾ
എന്ത് ചെയ്യണം? സേഫ്റ്റി ചെയ്യണം. സേവിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയി എടുക്കുന്ന അവസ്ഥയിലാകരുത്. പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ ആരെയാണ് വിശ്വാസം, വൈഫിനെയാണോ മക്കളെയാണോ അമ്മയാണോ അച്ഛനെയാണോ ആരെയാണോ വിശ്വാസം അവരുടെ കയ്യിൽ കൊടുത്ത് അതിന് സേഫ്റ്റി ചെയ്ത് വെക്കണമെന്നാണ് പറയുന്നത് 12 ഗുരു ഉള്ളവർക്ക്. പിന്നെ 12 അവസാനം ലഗ്നത്തിന്റെ അവസാനമാണ് ഗുരു. അപ്പൊ പണം ഉണ്ടാവും അവസാനം വരെ, അതായത് പിൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിൽ കാശുണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. 12 ഗുരു. എപ്പോഴും പറയും ഗുരു ആദ്യം വരരുത്, അവസാനമാണ് ഗുരു വരേണ്ടത്. കാരണം ആ പെരും പണമാണ് ഗുരു. അതുള്ളത് കൊണ്ട് അവസാനം വരയ്ക്കും പിൽക്കാലത്തേക്ക് നമുക്ക് സേവിങ്സും ഡെപ്പോസിറ്റ്സും ഒക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് അത് തീർച്ചയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെലവാക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഗുരു 4 നോക്കുന്നത് കൊണ്ട് മനസാക്ഷിയുള്ളവരായിരിക്കും. 4 ഭാവത്തിന് ഗുരു നോക്കുകയൊക്കെ ഗുരു നിൽക്കുകയോ നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു മനസാക്ഷി, ഇങ്ങനെയാണ് സ്വഭാവം കണ്ടുപിടിക്കുന്നത്. ഒരാളിന് ജാതകത്തിന് പൊരുത്തമൊക്കെ വരൂലേ, അപ്പോഴും ആ ആളിന് സ്വഭാവ ദൂഷ്യമുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ രീതിയിലാണ്. 4 ഭാവത്തിനെയാണ് നോക്കുന്നത്. അപ്പം ആ 4 ഭാവത്തിൽ ഗുരു നോക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള രീതികളൊന്നും ചെയ്യില്ല, മനസാക്ഷിയുള്ള ആളായിരിക്കും എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്താം. പിന്നെ അതായത് ഇപ്പൊ നമുക്ക് അറിയാം 12 ഗുരു നിൽക്കുന്നു, തീർച്ചയായിട്ടും പണം കുറച്ച് വിരയമാകും, അതായത് നഷ്ടമാകും എന്നറിയാം. പക്ഷെ നഷ്ടമാകണമെങ്കിൽ പണം നമുക്ക് വരണ്ടേ? അപ്പൊ എന്തിനാ പോയി കടം വാങ്ങുന്നത്? കടം വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് അധ്വാനിച്ചാലും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് പണം വരും. ആ പണത്തിന് നമ്മൾ സൂക്ഷിച്ചാൽ, ആവശ്യമില്ലാതെ ചിലവാക്കി കളയാതിരുന്നാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും പണം ഉണ്ടാകും. ഇവിടെ നമ്മൾ 12 ഗുരു നിൽക്കുമ്പോൾ ടെൻഷൻ ആവുകയോ ഒന്നും വേണ്ട. പ്ലാനിങ്ങോട് കൂടി അങ്ങ് ജീവിച്ചാൽ മതിയാവും, പ്രശ്നങ്ങൾ പരിഹരിക്കാം. പിന്നെ ഗുരു ആയതുകൊണ്ട് കുറച്ച് ബന്ധമാണ്. കാരണം എല്ലാ കാര്യങ്ങൾക്കും സൂര്യനും ഗുരുവിനൊക്കെ കുറച്ച് ഇതാണ്, ഒന്നും അവർക്ക് താഴ്ന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് എല്ലാം അവർ തന്നെ എടുത്ത് ചെയ്യുന്നത് കൊണ്ട് പല കുടുംബത്തിലൊക്കെ കല്യാണങ്ങൾ നടത്തുകയും കുട്ടികൾക്ക് പിന്നെ ഫോറിനിലൊക്കെ അയച്ച്, കുട്ടികൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാനുള്ള മാർക്കുകൾ കുറവാണെങ്കിലും എങ്ങനെയെങ്കിലും അവർ ദൂരെയൊക്കെ അയച്ച് പണമൊക്കെ ചേർത്ത് പണം ചിലവാക്കി ഫോറിനിലേക്ക് അയച്ചൊക്കെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയും ഇവർക്കുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവർക്ക് പ്രശ്നങ്ങളും വരുന്നത്. അതായത് ചെലവ് മറന്നങ്ങ് എത്ര ആണെന്ന് നോക്കാതെ അങ്ങ് ചെലവ് ചെയ്യും. അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. 12 എന്ന് പറഞ്ഞത് നഷ്ടത്തിന് വെയിറ്റിംഗ് ആണ്. അപ്പം എങ്ങനെ വേണമെങ്കിലും അത് പണം ചിലവാക്കും എന്നുള്ളത്. അപ്പം ഇവർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സേവിങ്സ് ഗോൾഡ് രൂപത്തിലോ പ്രോപ്പർട്ടി രൂപത്തിലോ വേണം ആക്കണം. പണമായിട്ട് കയ്യിൽ വെക്കാതെ സ്വത്തായിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ഓർണമെന്റ്സ് അല്ല, ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പല രീതിയിൽ നമുക്ക് സേവ് ചെയ്യാം ഗോൾഡ്. പിന്നെ കടം വാങ്ങൂല എന്നുള്ളതൊരു തീരുമാനിച്ചാൽ കയ്യിൽ കാശ് കാണും, അവസാനം കാലം വരയ്ക്കും നന്നായിരിക്കും എന്നുള്ളതാണ്. പിന്നെ 8 നോക്കുന്നു. അപ്പോൾ സഡനായിട്ടൊരു ഭാഗ്യം വരാം എന്ന് എടുക്കാം. കാരണം 8 എന്ന് പറയുന്നത് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പണം വരുന്നത്, ഇൻഷുറൻസ് ഒക്കെ വരുന്നതിനൊക്കെ പറയും. അപ്പോൾ ആ ഇൻഷുറൻസ് 8ാം ഭാവവുമാണ്. അപ്പോൾ 8ാം ഭാവം എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആരുടെയെങ്കിലും ആയുസിൻ്റെ നഷ്ടപരിഹാരമായിട്ട് കൂടെ ഈ പണം വരാം. ചിലപ്പോൾ ഒരു കുട്ടിയുടെ ജാതകത്തിൽ 12ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ അച്ഛൻ്റെ ജോലി അല്ലെങ്കിൽ അച്ഛൻ്റെ ആയുസ്, അപ്പം എല്ലാം നോക്കണം. നോക്കിയ ശേഷം ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് എല്ലാം കിട്ടാനുള്ള വഴിയുണ്ട്. അപ്പം അങ്ങനെ 8 എന്നുള്ളത് ആയുർഖണ്ഡം അല്ലെങ്കിൽ ആയുർദോഷവും കൂടെ കാണിച്ചു കൊണ്ടുള്ള അൺഎക്സ്പെക്റ്റഡ് മണിയും കൂടെ ആവാം. നിങ്ങളത് രണ്ടും ചിന്തിക്കണം. അപ്പം ആ ഒരു ജാതകത്തിൽ പലതും ശ്രദ്ധിക്കണം. ആ ഒരു പണം വരാനുള്ള ഗുരു 8 നോക്കുന്നുണ്ടെന്ന് നോക്കുമ്പോൾ ആ ജാതകത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് ഭാവത്തിന് ഏത് ബന്ധങ്ങൾ അല്ലെങ്കിൽ ഏത് ഉയർകാരകത്വത്തിനാണ് പ്രശ്നം വരാൻ പോകുന്നത്, അങ്ങനെ ഉണ്ടോ എന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ചിലപ്പോൾ ആരെങ്കിലും പിന്നെ 8ഉം 11ഉം കണക്ഷനായിട്ട് വരികയാണെങ്കിൽ പിന്നെ ആരെങ്കിലും എന്താ പറയണ എഴുതി വെക്കും പണം. മക്കളില്ലാത്തവർ സ്വത്ത് ഈ കുട്ടിക്ക് പോയി ചേരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബില്ല് എഴുതി വെക്കൂലേ, അങ്ങനെയും വരാം.
അൺഎക്സ്പെക്റ്റഡ് ലക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 8 എന്ന് പറഞ്ഞ് രണ്ട് തരത്തിലും എടുക്കണം. കുറച്ച് 8ാം ഭാവം എന്നുള്ളത് കൊണ്ട് ആ ഒരു കുറച്ച് കുറവ് പറഞ്ഞുകൊണ്ട് തന്നെ അതും എടുക്കണം. അതേസമയം പെട്ടെന്നൊരു ഭാഗ്യത്തിന് നമുക്ക് 8ഉം 11ഉം കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും സ്വത്ത് ഇവർക്ക് മക്കളില്ലാത്തവരൊക്കെ എഴുതി വെച്ചിട്ട് പോവുകയോ അല്ലെങ്കിൽ ഷെയറായിട്ട് കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കിട്ടും. 2 തരത്തിലും നിങ്ങൾ എടുക്കണം. അത് രണ്ടും എങ്ങനെയാണ് എന്നുള്ളത് ജാതകത്തിൽ പരിശോധിച്ചിട്ട് വേണം അത് തീരുമാനിക്കാൻ. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ MLM ഇപ്പം കുറച്ച് പണം ഇട്ടാൽ കൂടുതൽ പണം കിട്ടും എന്നുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള രീതിയിലൊന്നും കൊണ്ടുപോയി പണത്തിനെ കളയല്ലേ. കാരണം ഇവർ ആശ കൊണ്ട് ചിലപ്പം കൊണ്ട് പണം ഇടും. ആ നിമിഷമായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഇറങ്ങുന്നത്. പിന്നെ അത് കയറി വരാൻ കുറേ കാലമാവും അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് ലോങ് ടേമിൽ കുറച്ചായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല. വേറെ മാതിരി പെട്ടെന്ന് കുറേ പണം കൊണ്ടുപോയി ഇടുക അങ്ങനെയുള്ള പരിപാടിയൊന്നും വേണ്ട. കാരണം എല്ലാ കാര്യത്തിലും ഗുരു മണി കുറിക്കുന്നതാണ്. അതുകൊണ്ട് മണി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇവരുടെ കുട്ടികൾ ഫാറിനിൽ പോവും, മെഡിസിൻ പഠിക്കും, ഡോക്ടറാവും ഒക്കെ ചെയ്യും. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഡേയും നൈറ്റും വർക്ക് ചെയ്യൂലേ, അത് 12ൽ ഗുരുവാണ്. ചിലപ്പോൾ നൈറ്റിൽ ഇപ്പോൾ ചിലർക്കെല്ലാം ഇപ്പം ഓൺലൈനിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് നൈറ്റൊക്കെ പണം വരും, അറിയില്ല. പിന്നെ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ പണം വന്ന് കിടക്കും ബാങ്കിൽ അല്ലേ. അപ്പം അതൊക്കെ ഈ 12ൽ ഗുരു ഉള്ളവർക്കാണ് കേട്ടോ. അതെ, ഡേ ആൻഡ് നൈറ്റ് പണം വരും, നൈറ്റ് വർക്ക് ചെയ്യുന്നവർക്ക്. പിന്നെ ഫോറിൻ മണി വരും. 12ൽ ഗുരു ഫോറിൻ മണി വരും. പിന്നെ 12 കാലായതുകൊണ്ട് കാലിന് പ്രോബ്ലം വരാം, അങ്ങനെയോ ഉണ്ടാകാം. പാദങ്ങൾക്കോ കാലുകൾക്കെല്ലാം 12 കാലാണ്. അപ്പം അതിനും പ്രശ്നങ്ങൾ വരാം. പിന്നെ ഇവരുടെ മക്കൾക്ക് വേണ്ടി കല്യാണത്തിനൊക്കെ ഭയങ്കരമായിട്ട് ചിലവാക്കും. നല്ല ആഡംബര കല്യാണം നടത്തും, സഹോദരങ്ങളുടെ കല്യാണം നടത്തും. അങ്ങനെ ഗുരുവല്ലേ, ഒരു വലിയ ആ ഒരു എന്താ പറഞ്ഞ ഒരു ക്വാളിറ്റി അത് കാണിക്കണ്ടേ. അപ്പം ആ രീതിയിലുള്ള തരത്തിലൊക്കെ ഒരു കാശ് ചിലവാക്കി പിന്നെ മാരേജൊക്കെ നടത്തും. അതുപോലെ വിദേശത്ത് അയച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ. കാരണം 12ൽ ഗുരു ആയതുകൊണ്ട് ശുഭവരയം ചെയ്യുമെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? കല്യാണങ്ങൾക്ക്, പഠിപ്പിന് വേണ്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ശുഭമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇവർ പണം ചിലവാക്കും എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ കുട്ടികളെ നമ്മളിപ്പോൾ 12ൽ ഗുരു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ വിവാഹ പൊരുത്തമൊക്കെ നോക്കുമ്പോൾ കുട്ടികളുടെ ഭാവം നോക്കും. 5ാം ഭാവം അല്ലെങ്കിൽ 5ാം ഭാവാധിപതി നന്നായിരുന്നാലേ എന്നുള്ള രീതിയിൽ പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഉള്ള ഭാവം നോക്കും. പക്ഷേ ഇവിടെ മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പം അവിടെ ഒരു ശനിയോ ചൊവ്വയോ അല്ലെങ്കിൽ മൗഢ്യമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. നീചമാണോ എന്നൊക്കെ പറഞ്ഞു നോക്കും. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും 12ൽ ഗുരു നിൽക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഭാവം 5ാം ഭാവം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ 5 എന്ന് പറയുന്നത് 1 2 3 4 5 ഈ ലഗ്നത്തിൻ്റെ 5 എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 ആണ്. അപ്പം 5ാം ഭാവത്തിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും 5ന് ഗുരു മറവാണ്, ഗുരു പുത്രകാരകനാണ്. മനസ്സിലായില്ലേ? അപ്പം 5ാം ഭാവത്തിന് നമ്മൾ എടുക്കുമ്പോൾ ഗുരു 12ലാണെങ്കിൽ ഗുരുവിന് 5ഉം 8ഉം കണക്ഷൻ വരുന്നുണ്ട്. അപ്പം 5ാം ഭാവത്തിൻ്റെ 8ാം ഭാവത്തിലാണ് ഗുരു നിൽക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങൾക്ക് അബോഷനാവാം, കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാവാം, കുഞ്ഞുങ്ങൾക്ക് രോഗമാവാം, കുഞ്ഞുങ്ങൾ പിരിഞ്ഞിരിക്കാം, കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിന് ദൂരെ എവിടെയെങ്കിലും പോവാം, കുഞ്ഞുങ്ങൾക്കും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളാവാം. ദൂരെയൊക്കെ പോയി സെറ്റിലായി കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് വയസ്സുകാലത്ത് പാരൻസിൻ്റെ അടുത്ത് വരത്തില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാകും. അത് ജാതകത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 5ാം ഭാവം, 5ാം ഭാവാധിപതി എല്ലാം നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അടുത്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുരു 12ലാണ്, പുത്രകാരകൻ മറവിലാണ്. അപ്പോൾ 5ാം ഭാവത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവർക്ക് കൊടുക്കൽ വാങ്ങൽ പ്രശ്നമാണ്. ഒരുപക്ഷെ ഇവർ കൊടുത്താൽ കാശ് കിട്ടൂല എന്ന് പറയാം. അതേസമയം ഇവർ വാങ്ങിയ കാശ് തിരിച്ച് കൊടുക്കാതെ ഇരിക്കാം. രണ്ടുമാവാം. കാരണം ഗുരു 6ലോട്ട് നോക്കുന്നതിന് ശത്രുക്കളെ ഇവർ ജയിക്കും, ശത്രുക്കൾ ചിലപ്പം തോറ്റുപോകും. 6ാം ഭാവം എന്ന് പറഞ്ഞാൽ തെഫ്റ്റ്,
എനിമി, കടം എന്നൊക്കെ വരുന്നില്ലേ. അപ്പം 6 എന്നുള്ളത് ഗുരു നോക്കുന്നത് കൊണ്ട് ആറിൻ്റെ ശത്രുവിനെ ജയിക്കാൻ പറ്റും. അപ്പോൾ ഇവരെ എന്ത് ചെയ്യും? കടമായ കാശ് തന്നെ തിരിച്ചു കൊടുക്കാതെയാവും. അപ്പം അതൊന്നും ദോഷമാണ്, അതൊന്നും ചെയ്തുകൂടാ. അടുത്ത ജന്മത്തേക്കും ചേർത്ത് പാപം നമ്മൾ സമ്പാദിക്കുന്നു എന്ന് വേണം പറയാൻ. ആരെ കയ്യിൽ നിന്ന് കൈ നീട്ടി നമ്മൾ കാശ് വാങ്ങുന്നു, എന്ത് വാങ്ങിയാലും നമ്മളത് തിരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ശാപം. നമ്മൾ ഏറ്റു വാങ്ങാൻ പാടില്ല. പിന്നെ നല്ല ബെഡ്, നല്ല സുഖകരമായിട്ടുള്ള ജീവിതമൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം നീണ്ട നാളിന് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളത് ഗോൾഡ് വസ്തുവകകളൊക്കെ ഉണ്ടാക്കണം. ദൂര സ്ഥലങ്ങളിൽ സ്വത്ത് വാങ്ങിയാലും അതവിടെ കിടക്കും, അത് വില കൂടുകയും ചെയ്യും. ഇവർക്ക് അതൊരു പുണ്യമുണ്ട്. എവിടെ സ്ഥലം വാങ്ങിയിട്ടാലും നമ്മുടെ ജനിച്ച സ്ഥലത്തിനേക്കാളും ദൂര സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വീട് പ്രോപ്പർട്ടി വാങ്ങിയിട്ടാലും അതിനൊക്കെ നല്ല റേറ്റ് പോകും. പിന്നെ 12 ഗുരു ആയതുകൊണ്ട് ആരെങ്കിലും കാണാതെ പോവുകയോ മറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കുറച്ച് നാൾ കാണാതെ പോയിട്ട് തിരിച്ചു വരികയോ ഒക്കെ 12 ആയതുകൊണ്ട് അതും വരാം. പിന്നെ അമ്മയ്ക്ക് സ്വത്ത് പണമൊക്കെ ഉണ്ട്. 4-ാം ഭാവത്തിൽ നോക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് ആയുസ്സുമുണ്ട്, അതുപോലെ സ്വത്തിനുണ്ട്. അച്ഛനാണ് ആദ്യം പ്രശ്നം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആ ജാതകത്തിനനുസരിച്ച് നമ്മൾ നോക്കണം. പിന്നെ 12 ഹോസ്പിറ്റൽ, ഡോക്ടറൊക്കെ നമുക്ക് പറയാം. പിന്നെ ഇവരുടെ വീട്ടിലെ വെള്ളം, കുടിക്കുന്ന വെള്ളമില്ലേ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിറയെ വെള്ളം, ഇവർക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടും. അവിടെ കിണറുണ്ടെങ്കിൽ കിണറിലൊക്കെ ഫുൾ വെള്ളം ഉണ്ടായിരിക്കും. കാരണം 4-ാം ഭാവം ജലത്തിനെ കുറിക്കുന്നത്, ജലാശയത്തിനെ കുറിക്കുന്നതാണ്. അപ്പം ഗുരു നോക്കുന്നതുകൊണ്ട് അവിടുത്തെ കുടിക്കുന്ന വെള്ളം നന്നായിരിക്കും. കിണറാണെങ്കിൽ വെള്ളം ഒരിക്കലും കിണർ വറ്റത്തില്ല, എപ്പോഴും വെള്ളം കാണും. ഇവർ ട്യൂഷനൊക്കെ എടുത്തും കാശുണ്ടാക്കും. പിന്നെ ചിലപ്പോൾ ഈ 6-ാം ഭാവത്തിന് ഗുരു നോക്കുന്നത് കൊണ്ട് ഫാദറിലയുടെ സ്വത്താണ് 6 കുറിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അവർ വേണ്ടാന്ന് വെക്കാം, സ്വത്ത് വേണ്ടാന്ന് വെക്കാനും ചാൻസ് ഉണ്ട്. അപ്പം ഭാര്യ വീട്ടിൽ നിന്നോ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ സ്വത്തുണ്ടെങ്കിൽ അവർ വേണ്ടാന്ന് വെക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ശരിക്കും ഡ്രസ്സ് വാങ്ങും. കാരണം 4-ാം ഭാവം ഡ്രസ്സാണ്, ഡ്രസ്സിനെ കുറിക്കുന്ന ടിപ്പ് ടോപ്പ് ഡ്രസ്സ്, ഇഷ്ടംപോലെ ഡ്രസ്സ് വാങ്ങും. നല്ല ബ്രാൻഡ് ഷർട്ടൊക്കെ വാങ്ങി നല്ല ബ്രാൻഡ് ഇതൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങുക. പിന്നെ മിക്കവാറും വീടിനടുത്ത് ക്ഷേത്രം കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് ആയിരുന്നാലും വൈഫായിരുന്നാലും ഹെൽത്ത് ഇഷ്യൂസ് കാണും. അപ്പോൾ ഇത് ആണോ പെണ്ണോ എന്നുള്ളതല്ല, ഇവരുടെ പിന്നെ ഹസ്ബൻഡിനോ അവരുടെ വൈഫിനോ ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും കാണും. എന്താ പറയുക, സ്ട്രോക്ക് പോലെയോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഷുഗറോ, പിന്നെ ഗുരുവല്ലേ, ഇപ്പോൾ ബ്രെയിനിൽ പ്രോബ്ലം, എന്തെങ്കിലും ഒക്കെ അസുഖങ്ങൾ ഒക്കെ കാണാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു സമയം ഇവർക്ക് അപമാനം വരും, കടത്തിനാലെയോ മക്കളാലെയോ ആരെ കൊണ്ടും എന്തെങ്കിലും ഒരു അപമാനം വരാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു ഖണ്ഡം, അതായത് എന്താ പറയുക, ആയുർ ദോഷം വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനും ചാൻസ് ഉണ്ട്. പിന്നെ ഹാർമോൺ പ്രോബ്ലംസ് കൂടെ വരാം. പിന്നെ എന്താ പറയണേ, ഇത്രയൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളൂ. പിന്നെ 12 ഗുരു 5-ാം ഭാവം നോക്കണം എന്ന് പറയുന്നില്ല. അവിടെ ബാധകാധിപതി, അഷ്ടമാധിപതി ഒക്കെയാണ്, ബന്ധം ഒക്കെ ഉണ്ടെങ്കിലും വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ അബോഷനായിരുന്നാലും കുഞ്ഞുങ്ങൾക്കുള്ള ദോഷമൊക്കെ ഞാൻ പറയുന്നില്ല, ദോഷമൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം അത് കൊണ്ടാണ് ആദ്യം ആ ഒരു ഇതുണ്ടാകുന്നത്, ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ശരിക്കും 5-ാം ഭാവത്തിൽ ബാധകാധിപതി, അഷ്ടമാധിപതി ഇവരുടെയൊക്കെ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കെയർ എടുക്കണമെന്നുള്ളതാണ്. പിന്നെ ഇഷ്ടംപോലെ എന്താ ഫ്ലൈറ്റിൽ പറക്കാനും ഇന്ത്യക്ക് പുറത്ത് പോകാനും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ചുറ്റാനും ഒക്കെ യോഗമുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം ആഹമത്വം കുഴപ്പമില്ല, നല്ലത് തന്നെയാണ് 12 ഗുരു. പക്ഷേ സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. മണി വിഷയത്തിൽ കുറച്ച് സൂക്ഷിക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും കൂടെ ശ്രദ്ധിക്കണം. ഇത് തന്നെയാണ്. ഈ 5-ാം ഭാവം നോക്കുമ്പോൾ അഷ്ടമാധി, ബാധകാധിപതി, രാഹു, ശനി, ഇങ്ങനെ മൗഢ്യം, നീചം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം 5ന്റെ 8 വരുന്നത്. അതുകൊണ്ട് പുത്രകാരകനായ ഗുരുവും മറവിലാണ്. അപ്പം അതുകൊണ്ടുള്ള 5, 8 എന്ന് പറയുമ്പോഴത്തേക്കും ആ 8 എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട് തരുന്നതാണ്. ആ ഭാഗം അവിടെ ഒന്ന് ശ്രദ്ധിക്കണം.
പണത്തിൻ്റെ വിഷയത്തിന് ശ്രദ്ധിക്കണം, അത്ര തന്നെ. ബാക്കി കാര്യങ്ങളൊക്കെ നല്ലതാണ്. നല്ല പൊസിഷനിലുള്ള ജോലി കിട്ടും, ജോലി എപ്പോഴും ഉണ്ടായിരിക്കും, ജോലിക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാം നല്ലത് തന്നെയാണ്. ചില വിഷയങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇതാണ് 12-ൽ നിൽക്കുന്ന ഗുരുവിൻ്റെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ.